മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്നാണ് പരാതി. എഴുകോൺ സ്വദേശിയായ 14 വയസ്സുകാരന് ഡോസ് കൂട്ടി മരുന്ന് നൽകി എന്ന് പരാതിയിൽ പറയുന്നു. മരുന്ന് കഴിച്ച കുട്ടിക്ക് മനോനില തെറ്റിപ്പോയി എന്ന് മാതാപിതാക്കൾ. കുടുംബം ഫാർമസി ജീവനക്കാർക്കെതിരെ സൂപ്രണ്ടിന് പരാതി നൽകി. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങാനൊക്കെ പോവുകയും പിന്നെ ഒരു വീട്ടിൽ വന്നതിന് ശേഷം ചിരിച്ചുകൊണ്ട് ഇറങ്ങി റോഡിലോട്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പം കുഞ്ഞ് പുള്ളിക്കാരൻ്റെ കയ്യിൽ കടിക്കുകയും പിന്നെ ഹോസ്പിറ്റലിൽ ICU ബെഡ് നശിപ്പിക്കുകയൊക്കെ അങ്ങ് ചെയ്ത്. നമ്മുടെ നാട്ടിലെ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇവിടെ തന്ന മെഡിസിനകത്ത് വ്യത്യാസമുണ്ട്, മോൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫിക്സിൻ്റെ ഗുളികയല്ല അത്, ഡോക്ടർ എഴുതിയ ഗുളികയും അല്ല അത്, ഫാർമസിയിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിക്കുകയും ഇവിടെ കൊണ്ടുവന്ന് അവരെന്നും പറഞ്ഞാൽ അതിനുള്ള ചികിത്സ അവർ ചെയ്ത് ഇപ്പം മോന് കുഴപ്പമില്ല, നോർമലായി. പക്ഷേ കുഞ്ഞിന് ഭാവിയിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമോ എന്നുള്ള കാര്യം നമുക്ക് നല്ലൊരു ഭയമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ചികിത്സാ പിഴവെന്ന് വീണ്ടും പരാതി വന്നിരിക്കുന്നു നമ്മുടെ നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ. കുട്ടിക്ക് മനോനില തന്നെ തകരാറിലാവുന്ന വിധത്തിലാണ് ഫാർമസിയിൽ നിന്നും മരുന്ന് നൽകിയതെന്ന് പറയുന്നു. ഈ ഡോക്ടർ കുറിച്ച മരുന്നിൽ നിന്നും വ്യത്യാസപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ മരുന്ന് നൽകിയത്? എന്തെങ്കിലും തരത്തിൽ വിശദീകരണം ലഭ്യമാണോ? പരാതിയിൽ എന്തെങ്കിലും നടപടികൾക്ക് നീക്കമുണ്ടോ?